ആദിത്യൻ, മഹാരാഷ്ട്രയിലെ വിധിയാണ് ദേശീയ രാഷ്ട്രീയത്തിൽ വളരെ നിർണായകമാകുക. നമുക്കറിയാം, വലിയ ഏറ്റവും സമ്പന്ന സംസ്ഥാനം, വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള സംസ്ഥാനം. അവിടെ BJPക്കും അവിടെ മഹായുതി സഖ്യം, ശിവസേനയുടെ വിഭാഗവും അജിത് പവാറിന്റെ NCPയും ചേർന്ന മഹായുതി സഖ്യം നേടിയിരിക്കുന്ന വിജയം അവരുടെ പോലും പ്രതീക്ഷകളെ, ഇതുവരെയുള്ള എല്ലാ സർവേകളെയും എക്സിറ്റ് പോളുകളെയും പോലും മറികടന്നുകൊണ്ട് മുന്നോട്ട് കയറുകയാണ്. ഇത് മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ മെയ് മാസത്തിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 48-ൽ 30 സീറ്റും നേടി ഈ മഹാ അഘാടി സഖ്യം, അല്ലെങ്കിൽ കോൺഗ്രസും ശരത് പവാറിന്റെ NCPയും ഉദ്ധവ് താക്കറെയുടെ ശിവസേനയും ചേർന്ന് 48-ൽ 30 സീറ്റ് ലോക്സഭയിൽ തൂത്തുവാരിയ, അതായത് BJPക്കും ശിവസേനയ്ക്കും NCPക്കും ഒക്കെ വലിയ തിരിച്ചടി കൊടുത്തിട്ടാണ് തൊട്ടുപുറകെ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഭരണവിരുദ്ധ വികാരം ഉണ്ടാകാതെയും ഒക്കെ ഭരണത്തിരിക്കുന്നവരാണ്. നമുക്കറിയാം, ശിവസേനയും NCPയും പിളർത്തിയാണ് ഗവൺമെന്റ് ഉണ്ടാക്കിയത് രണ്ടാമത്. ആ ഗവൺമെന്റിന് ഒരു വലിയ അംഗീകാരം കൂടെ കിട്ടിയിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അത് കോൺഗ്രസിനും ഉദ്ധവ് താക്കറെയുടെ ശിവസേനയ്ക്കാണ് ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. അത് നമ്മുടെ ശരത് പവാറിന്റെ പാർട്ടിക്കും തിരിച്ചടിയുണ്ട്, കോൺഗ്രസിനും തിരിച്ചടിയുണ്ട്. പക്ഷെ വലിയ തിരിച്ചടി എന്ന് പറയുന്നത്, കാരണം ഉദ്ധവ് താക്കറെയുടെ ശിവസേനയേക്കാൾ വലുത് ഏക്നാഥ് ഷിൻഡെയുടെ ശിവസേനയായി മാറി എന്നത് അദ്ദേഹത്തിന്, ഉദ്ധവ് താക്കറേക്കും ശിവസേനയ്ക്കും വലിയ തിരിച്ചടിയാണ്. പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യത്തിന് മുന്നോട്ടുള്ള അവിടെ ഒരു വലിയ പ്രതീക്ഷ കിട്ടിയത് ജാർഖണ്ഡാണ്. ജാർഖണ്ഡിൽ നമുക്കറിയാവുന്ന പോലെ കൃത്യമായ ഒരു ഭരണത്തിലേക്ക് വരുന്നതിന് ജാർഖണ്ഡ് മുക്തി മോർച്ച JMM-ഉം ഹേമന്ത് സോറന്റെ പാർട്ടിക്കും കഴിഞ്ഞിട്ടുണ്ട്. അവിടെ കോൺഗ്രസും RJDക്കും ഏതാനും സീറ്റുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതൊരു ഒരു മുന്നണി എന്ന നിലയിൽ വലിയ വിജയമാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. ആ വിജയം തീർച്ചയായിട്ടും നമുക്കറിയാം, കാശ്മീരിലും ഹിമാചൽ പ്രദേശിലും നടന്ന തെരഞ്ഞെടുപ്പിനാലെയാണ്. ഇനി തൊട്ടടുത്ത് നടക്കാനിരിക്കുന്ന ജനുവരിയില് ഡൽഹിയിലും, പിന്നീട് ഈ അടുത്ത വർഷത്തിന്റെ പകുതിക്ക് അടുത്ത വർഷം തന്നെ ബീഹാറിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കാനുണ്ട്. ഈ സാഹചര്യത്തില് വലിയ തോതില് ദേശീയ രാഷ്ട്രീയത്തിന് പ്രത്യാഘാതം ഉണ്ടാക്കുന്ന രണ്ട് വിധങ്ങൾ. ഇന്ത്യ സഖ്യത്തിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് ജാർഖണ്ഡിലെ ജനവിധിയാണ്. നമുക്കറിയാം, ഇന്ത്യ സഖ്യം ജമ്മു കാശ്മീരിൽ നേടി. പക്ഷേ ഹിമാചൽ പ്രദേശില്, ഹരിയാനയിൽ അട്ടിമറി വിജയം നേടാനായിട്ട് NDAക്ക് കഴിഞ്ഞിരുന്നു. അവിടെ എന്താണ് NDAയുടെ അല്ലെങ്കിൽ BJPയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളിലെ വിജയമാണ് തീർച്ചയായിട്ടും. നമുക്കറിയാം, കോൺഗ്രസ് സംസ്ഥാനമായ മഹാരാഷ്ട്രയിൽ ശ്രദ്ധിക്കാതെ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്ന വയനാട്ടിൽ വന്ന് കിടക്കുകയായിരുന്നു. KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ. രാഹുൽ ഗാന്ധി മഹാരാഷ്ട്രയിൽ പ്രവർത്തിച്ച് കൂടുതൽ സമയം ഒരുപക്ഷെ വയനാട്ടിൽ പ്രവർത്തിച്ചു. ജാർഖണ്ഡിലും വയനാട്ടിലും മഹാരാഷ്ട്രയിലും ആരും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം വയനാടിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് വയനാട്ടിൽ വൻ വിജയം നേടി. 4 ലക്ഷത്തിനടുത്ത്, 3,64,000 വലിയ വിജയമാണ്. കഴിഞ്ഞ പ്രാവശ്യം 64,000 ആയിരുന്നു. ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട കേരളത്തിലെ രാഷ്ട്രീയവും ദേശീയ രാഷ്ട്രീയവും, ഞാൻ ഇടപെടുകയാണ്, ഈ നിമിഷം 4 ലക്ഷം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. 4,04,619. 4 ലക്ഷത്തിലേക്ക് കിടക്കുമെന്ന കാര്യത്തിൽ ഉറപ്പായിരുന്നു. ആ 4 ലക്ഷം ഇനിയും കിടക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഇവിടെ UPയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. UPയിൽ നടന്ന 9-ൽ 5 സീറ്റിലും BJPക്കാണ് മുൻതൂക്കം കിട്ടിയിരിക്കുന്നത്. BJP ജയിക്കുകയാണ്. ബാക്കി ആണ് നമ്മുടെ സമാജ്വാദി പാർട്ടി കിട്ടിയത്. കോൺഗ്രസ് അവിടെ സമാജ്വാദി പാർട്ടിയുമായുള്ള സീറ്റ് തർക്കത്തെ തുടർന്ന് തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറിയിരുന്നു, ആ മത്സര രംഗത്ത് നിന്ന് പിന്മാറിയിരുന്നു. എന്തായാലും ഈ മറ്റ് സംസ്ഥാനങ്ങളും ഒക്കെ, ഉപതെരഞ്ഞെടുപ്പ് നടന്ന മറ്റ് സംസ്ഥാനങ്ങളിലും ഒക്കെയുള്ള സൂചനകൾ BJPക്കും നരേന്ദ്രമോദിക്കും എന്തായാലും കുറച്ചുകൂടെ ശക്തമായി തിങ്കളാഴ്ച തുടങ്ങുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ നമുക്കറിയാം, വലിയ കോളിളക്കം ഉണ്ടാക്കുന്ന അദാനി വിഷയം, വഖഫ് ഭേദഗതി ബില്ല്, മണിപ്പൂർ കത്തുന്നത്, അവിടെ മുതല് നമുക്കറിയാം ഒത്തിരി കിടപ്പുണ്ട്. അതെല്ലാം അതിനെയൊക്കെ നേരിടുന്നതിന് കേന്ദ്രത്തിലെ നരേന്ദ്രമോദി സർക്കാരിനെ പ്രതിരോധത്തിലാക്കാവുന്ന അവസാനമായി ഞാൻ ഒരു വിഷയം കൂടി ഞാൻ ചോദിക്കുകയാണ്. സാധാരണ വലിയ പിളർപ്പിന്റെയും അതുപോലെ
ചാട്ടങ്ങളുടെയും ഒക്കെ തന്നെ പര്യവസാനം എന്ന രീതിയിലാണ്. അതിനുശേഷം പിളർപ്പിന് ശേഷമുണ്ടായ തിരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത്തവണ മഹാരാഷ്ട്രയിൽ സംഭവിച്ചിരിക്കുന്നത്. ഇത്തവണ അജിത് പവാർ എന്ന് പറയുമ്പോൾ പൂർണ്ണമായും വിശ്വസിക്കാൻ സാധിക്കുമോ എന്ന ചോദ്യം ഒരുപക്ഷേ BJP പ്രവർത്തകർ പോലും ഒരു ഘട്ടത്തിൽ ഉന്നയിച്ചിട്ടുള്ള ഒരു സംശയം തന്നെയായിരുന്നു. എന്നാൽ ഇപ്പോൾ മഹാരാഷ്ട്രയിൽ കൃത്യമായി 127 സീറ്റുകൾ ലീഡ് ചെയ്തുകൊണ്ട് 226 NDA കടക്കുമ്പോൾ അവിടെ ഇനിയൊരു ബാർഗെയിനിങ് അത് മറ്റു കക്ഷികൾക്ക്, ഘടകകക്ഷികൾക്ക് സാധിക്കുമോ? അതോ കാര്യങ്ങൾ മുഴുവനായി BJPക്ക് തീരുമാനിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയാൽ ഇനി വലിയ തരത്തിലുള്ള ചാഞ്ചാട്ടം ഒന്നും തന്നെ സംഭവിക്കേണ്ടിയിരിക്കില്ലല്ലോ? ഒറ്റകക്ഷിയായി തന്നെ നല്ല ലീഡ് നിലനിർത്തിയിട്ടുണ്ട്. ആദിത്യ, വലിയ പ്രസക്തിയുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. കാരണം 2019 സമാനമായ സ്ഥിതിയാണ്. കാരണം അന്ന് BJPക്ക് ഇതുപോലെ തന്നെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിരുന്നു. BJPയും ശിവസേനയും സഖ്യമായിരുന്നു. പക്ഷേ ശിവസേനയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനം പങ്കുവെക്കണമെന്ന ശിവസേനയുടെ ആവശ്യം, പങ്കുവെക്കണമെന്നായിരുന്നു ആവശ്യം അന്ന്. രണ്ടാം ഘട്ടത്തിലെങ്കിലും ഉദ്ധവ് താക്കറേനെ മുഖ്യമന്ത്രിയാക്കണമെന്നുള്ള ആവശ്യത്തിന് BJP വഴങ്ങാതിരുന്നതിനെ തുടർന്നാണ് പെട്ടെന്ന് ശിവസേന മറുകണ്ഠം ചാടി NCPയോടും കോൺഗ്രസിനോടും ചേർന്ന് ബദൽ മന്ത്രിസഭ ഉണ്ടാക്കിയത്. ഇപ്പോഴേതാണ്ട് അതേ സ്ഥിതിയാണ്. ശിവസേനയുടെ ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടതെന്നും അദ്ദേഹം മുഖ്യമന്ത്രിയെ തുടരണമെന്നും ഏക്നാഥ് ഷിൻഡെയുടെ ശിവസേന ആവശ്യപ്പെട്ടു കഴിഞ്ഞു. അതേസമയം നമ്മുടെ മുൻ മുഖ്യമന്ത്രിയും ഇപ്പൊ നിലവിൽ ഉപമുഖ്യമന്ത്രിയുമായിരുന്ന ദേവേന്ദ്ര ഫഡ്നാവിസിന്റെ അമ്മ തന്നെ പറഞ്ഞിരിക്കുന്നു, എന്റെ മകൻ മുഖ്യമന്ത്രിയാകുന്നത്. കാരണം BJPക്ക് വ്യക്തമായ വലിയ മുൻതൂക്കമാണ് മഹാരാഷ്ട്രയിൽ കിട്ടിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഈ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം. അത് മാനേജ് ചെയ്യുന്നതിൽ കഴിഞ്ഞ തവണ പറ്റിയ മണ്ടത്തരം ഉണ്ടാകാതിരിക്കുന്നതിന് ഇത്തവണ BJPയുടെ കേന്ദ്ര നേതൃത്വം, പ്രത്യേകിച്ച് അമിത്ഷായുടെ നേതൃത്വത്തിൽ കൃത്യമായ നീക്കങ്ങൾ നടക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായിട്ടും ശിവസേനയിൽ നിന്നും മുഖ്യമന്ത്രി സ്ഥാനം BJP ഏറ്റെടുക്കാനാണ് സാധ്യത. ദേവേന്ദ്ര ഫഡ്നാവിസ് മുഖ്യമന്ത്രിയാകുമെന്ന കാര്യത്തിൽ എനിക്കധികം സംശയമില്ല. പക്ഷേ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒന്നും എഴുതി തള്ളാനാവില്ല. ആരും എങ്ങോട്ടും മാറും. അത് കേരളത്തിൽ പോലും നമ്മൾ കണ്ടു കഴിഞ്ഞു. വളരെ ശക്തമായ എതിർപക്ഷത്തിനെതിരെ പറഞ്ഞുകൊണ്ടിരുന്നവരൊക്കെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ, അത് P. സെരിൻ മുതൽ സന്ദീപ് വാര്യർ വരെയുള്ളവരുടെ മാറ്റം നമ്മൾ ഉണ്ടാക്കി. അത് കേരളം പോലുള്ള രാഷ്ട്രീയത്തിൽ, ഇവിടെ ഉത്തരേന്ത്യയിൽ അത് വളരെ വളരെ ഈസി ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പോ ഇനി വരുന്ന ഓരോ സീറ്റിനേക്കാൾ കൂടുതൽ തന്ത്രങ്ങളിലാണ് ഇവിടെ വിജയം. ആ തന്ത്രങ്ങൾ എന്താണെന്ന് നമുക്ക് കാണേണ്ടിയിരിക്കും.